നമ്മുടെയൊക്കെ ആരോഗ്യം ശരിക്കും എവിടെ നിന്നാണ് തുടങ്ങുന്നത്? പലർക്കും പല ഉത്തരങ്ങളുണ്ടാകും അല്ലേ? എന്നാൽ നമ്മുടെ ദഹനവ്യവസ്ഥ, നമ്മുടെ വയറാണ് എല്ലാത്തിന്റെയും കേന്ദ്രബിന്ദു എന്ന് പറയുന്ന ഒരു പുരാതന ആയുർവേദ കാഴ്ചപ്പാടുണ്ട്. ഇന്ന് നമ്മൾ അതാണ് ഒന്ന് പൊളിച്ചെടുക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. ദാ ഈ ഒരു ചോദ്യം നോക്കൂ. നിങ്ങളുടെ സ്കിന്നിൽ കാണുന്ന പ്രശ്നങ്ങൾക്ക് കാരണം ഒരുപക്ഷേ നിങ്ങളുടെ വയറായിരിക്കുമോ? കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ പൂർവികരുടെ അറിവിൽ ഈ ഒരു ബന്ധം വളരെ ക്ലിയറും വളരെ പ്രധാനപ്പെട്ടതുമായിരുന്നു. ഈ പറയുന്ന അറിവുകളൊന്നും വലിയ ലാബുകളിൽ നിന്നോ പുസ്തകങ്ങളിൽ നിന്നോ വന്നതല്ല. അതിനു പകരം തലമുറകളായിട്ട് കൈമാറി വന്ന നമ്മുടെയൊക്കെ അമ്മമാരുടെയും മുത്തശ്ശിമാരുടെയും അനുഭവത്തിൽ നിന്നും നിരീക്ഷണത്തിൽ നിന്നും രൂപപ്പെട്ടതാണ്. പണ്ടൊരു ചൊല്ലുണ്ട്, പഴയ അമ്മമാർക്ക് അയാളേക്കാൾ അറിവുണ്ടായിരുന്നു എന്ന്. ഇത് വെറുതെ പറയുന്ന വാക്കുകളല്ല, വലിയ സിദ്ധാന്തങ്ങളെക്കാൾ ഉപരി പ്രായോഗികമായ, നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്ന ഒരു ആരോഗ്യ സമീപനത്തെയാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പണ്ടുള്ളവരൊരു കുട്ടിയെ എങ്ങനെയാണ് നിരീക്ഷിച്ചിരുന്നതെന്നറിയാമോ? തലയിൽ പേനിന്റെ ശല്യമുണ്ടെങ്കിൽ അവരുടെ സംശയം നേരെ പോകുന്നത് ദഹനപ്രശ്നങ്ങളിലേക്കായിരിക്കും. ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു പാട് കണ്ടാൽ അതിന്റെ കാരണം ഉള്ളിലാണെന്നവർക്ക് ഉറപ്പായിരുന്നു. അതായത് ഓരോ അസുഖവും വേറെ വേറെയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ആരോഗ്യത്തിന്റെ പരസ്പരം ബന്ധമുള്ള കണ്ണികളായിട്ടാണ് അവരതിനെ കണ്ടിരുന്നത്. അപ്പോ ഈ പറയുന്ന പരമ്പരാഗത അറിവിന്റെയൊക്കെ സെന്റർ പോയിന്റ് എന്താണ്? നമുക്ക് ആയുർവേദത്തിലെ ആ ഒരു ഹീറോ കോൺസെപ്റ്റിലേക്ക് കടക്കാം. കോഷ്ഠം. എന്താണീ കോഷ്ഠം? ഇത് നമ്മുടെ വയറ് മാത്രമാണോ? അല്ലേയല്ല. ആയുർവേദം പറയുന്നതനുസരിച്ച് നമ്മുടെ വായിൽ തുടങ്ങി മലദ്വാരം വരെ നീളുന്ന ആ ദഹനവ്യവസ്ഥയെ മൊത്തത്തിലാണ് കോഷ്ഠം എന്ന് പറയുന്നത്. ശരീരത്തിലെ ഒരു മെയിൻ എഞ്ചിൻ റൂം എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഇനി കേട്ടോളൂ, ആയുർവേദ ഗ്രന്ഥങ്ങൾ ഒരു പടി കൂടി കടന്നു പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാ രോഗങ്ങളും ഉത്ഭവിക്കുന്നത് കോഷ്ഠത്തിൽ നിന്നാണെന്ന്. ഇതൊരു ചെറിയ പ്രസ്താവനയല്ല. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒന്നാണിത്. ഈ ആശയം എത്രത്തോളം ഡീപ്പാണെന്ന് നോക്കിക്കേ. പുറമേ നിന്നുള്ള അപകടങ്ങൾക്ക് പോലും കോഷ്ഠവുമായി ബന്ധമുണ്ടാകാമെന്നാണ് ആയുർവേദം പറയുന്നത്. ഉദാഹരണത്തിന്, നമ്മുടെ വിയർപ്പിന്റെ ഗന്ധം തീരുമാനിക്കുന്നത് നമ്മുടെ കോഷ്ഠമാണ്. ഈ ഗന്ധം ചിലപ്പോൾ മൃഗങ്ങളെ ആകർഷിച്ചേക്കാം. അതുപോലെ ശരീരത്തിലെ വായുവിന്റെ ഒരു ബാലൻസ് തെറ്റുമ്പോഴാണ് നമുക്ക് തലകറക്കവും വീഴ്ചയുമൊക്കെ ഉണ്ടാകുന്നത്. ഈ ബാലൻസ് നിയന്ത്രിക്കുന്നതും കോഷ്ഠമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, പുറമേ കാണുന്ന സംഭവങ്ങൾക്ക് പോലും ഉള്ളിലൊരു കാരണമുണ്ടാകാം. അപ്പോ ഈ കോഷ്ഠം എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെയോ അല്ലെങ്കിൽ അസുഖത്തെയോ ഉണ്ടാക്കുന്നത്? അതിനു പിന്നിൽ വളരെ സിമ്പിളായ ഒരു മെക്കാനിസമുണ്ട്. നമുക്കതൊന്ന് നോക്കാമല്ലേ? ദഹനപ്രക്രിയ വളരെ ലളിതമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അത് നേരെ കോഷ്ഠത്തിലെത്തുന്നു. അവിടെ വെച്ച് അതിനെ പ്രോസസ് ചെയ്യുന്നു. അതിനുശേഷം ശരീരത്തിനു വേണ്ട സാരം അഥവാ പോഷകങ്ങളും വേണ്ടാത്ത കിട്ടം അഥവാ മാലിന്യങ്ങളുമായിട്ട് വേർതിരിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മുടെ ആരോഗ്യം തീരുമാനിക്കുന്നത് ഈ സാരവും കിട്ടവും തമ്മിലുള്ള പെർഫെക്റ്റ് ബാലൻസ് ആണ്. അതായത് നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം നിങ്ങളുടെ ശരീരം അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ്. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ, നമ്മുടെ ഈ ഒരു ഇന്റേണൽ ബാലൻസിനെ തകർക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഡെയിലി ലൈഫിൽ ഒളിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ സ്ലൈഡില് ആ വ്യത്യാസം കറക്റ്റായിട്ട് കാണാം. ഒരു സൈഡില് നല്ലൊരു ലൈഫ് സ്റ്റൈലിലൂടെ നമ്മൾക്ക് ധാതു സമന്വയം, അതായത് ശരീരത്തിന്റെ സ്വാഭാവിക ബാലൻസ് നിലനിർത്താം. പക്ഷെ മറുവശത്ത് ചില ഭക്ഷണങ്ങൾ ഈ ബാലൻസ് തെറ്റിക്കും. ഇഞ്ചി, കരുവപ്പട്ട പോലുള്ള മസാലകൾ ഒരുപാട് ഉപയോഗിച്ചാൽ അത് ദഹനവ്യവസ്ഥയെ ചൂടുപിടിപ്പിക്കും. അതുപോലെ പുളിപ്പിച്ച ഭക്ഷണങ്ങൾ, പഴകിയ മാംസം, സീസൺ അല്ലാത്ത പഴങ്ങൾ, ഇതെല്ലാം ദഹിക്കാൻ കുറച്ച് പ്രയാസമുള്ളവയാണ്. ഇവ കോഷ്ഠത്തിന്റെ ആ ഒരു നോർമൽ ഫ്ലോയെ അങ്ങ് ബ്ലോക്ക് ചെയ്യും. എന്നാൽ കേട്ടോളൂ, ആയുർവേദത്തിൽ ആഹാരമെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് മാത്രമല്ല, അതിന്റെ അർത്ഥം അതിലും വലുതാണ്. ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. വായിലൂടെ കഴിക്കുന്നത് മാത്രമല്ല ആഹാരം, കാഴ്ചയും കേൾവിയും ആഹാരമാണ്. ഇതൊരു റെവല്യൂഷണറി ഐഡിയ ആണല്ലേ? കാരണം നമ്മുടെ ശരീരം ദഹിപ്പിക്കുന്നത് ഭക്ഷണത്തെ മാത്രമല്ല, നമ്മുടെ അനുഭവങ്ങളെ കൂടിയാണ് എന്നിത് പറയുന്നു. ഇതുകൊണ്ടാണ് പണ്ടുള്ളവർ എപ്പോഴും പറയാറ്, നല്ലത് കാണണം, നല്ലത് കേൾക്കണമെന്ന്. വെറുതെയല്ല. കാരണം നമ്മുടെ കണ്ണ്, ചെവി പോലുള്ള ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ എന്താണോ ഉള്ളിലേക്ക് എടുക്കുന്നത്, അത് ശാന്തമായൊരു കാഴ്ചയാകാം, അല്ലെങ്കിൽ ഭയങ്കരമായൊരു ശബ്ദമാകാം. അതെല്ലാം നമ്മുടെ കോഷ്ഠത്തെയും അതുവഴി നമ്മുടെ ആരോഗ്യത്തെയും നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളില്ലേ, കോഷ്ഠം, മനസ്സ്, ത്വക്ക്, ഇതിനെയെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഫൈനൽ പോയിന്റിലേക്ക് നമ്മൾ വരുവാണ്. ചോദ്യം ഇതാണ്, നമ്മുടെ തൊലിയും തലച്ചോറും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ സാധനം കൊണ്ടാണോ? മോഡേൺ സയൻസിനത് വിചിത്രമായി തോന്നാം.
പക്ഷെ ആയുർവേദത്തിന് ഇതിന് വ്യക്തമായൊരുത്തരമുണ്ട്. ഉത്തരം അതെ എന്നാണ്. ആയുർവേദം വിശ്വസിക്കുന്നത് ത്വക്കും തലച്ചോറും ഒരേ അടിസ്ഥാന പദാർത്ഥത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നാണ്. ഇതിനർത്ഥമെന്താണെന്നോ, നിങ്ങളുടെ മൂഡ് നിങ്ങളുടെ സ്കിന്നിൽ കാണും, സ്കിന്നിലെ പ്രശ്നം നിങ്ങളുടെ മനസ്സിനെയും ബാധിക്കും. രണ്ടും രണ്ടല്ല, ഒന്നാണ്. ഇതാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെയെല്ലാം കാതൽ. അതുകൊണ്ടാണ് സോറിയാസിസ് പോലുള്ള അസുഖങ്ങളെ ആയുർവേദം വെറുമൊരു തൊലിപ്പുറത്തുള്ള രോഗമായിട്ടല്ല കാണുന്നത്. അതൊരു മനോകോഷ്ട സംബന്ധിയായ രോഗമാണ്. അതായത് നമ്മുടെ മനസ്സിലും വയറ്റിലും തുടങ്ങുന്ന ഒരു പ്രശ്നം അതിന്റെ പുറമെയുള്ള രൂപം കാണിക്കുന്നത് നമ്മുടെ തൊലിയിലാണ്. അപ്പോ അവസാനം നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തുന്നു. ഈയൊരു അറിവ് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം എവിടെ നിന്നാണ് ശരിക്കും തുടങ്ങുന്നത്? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മാത്രമാണോ? അതോ നിങ്ങളുടെ ദഹനത്തിലും നിങ്ങളുടെ ചിന്തകളിലും നിങ്ങളുടെ അനുഭവങ്ങളിലും കൂടിയാണോ അത് തുടങ്ങുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരുപക്ഷെ അതാവും നിങ്ങളുടെ ആരോഗ്യത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്.